Hi, welcome to Analysis by NRD. Today we will discuss about the topic IGNOU BPCC 104 Statistical Methods, how to calculate the cumulative frequency. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുന്നത് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ വിത്ത് ക്ലാസ് ഇൻ്റർവെൽ. സോ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇതിനകത്ത് കുറച്ച് ടേംസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ചൊക്കെ നമുക്ക് കാണാനുണ്ട്. സോ ഇതിനകത്ത് നമ്പർ ഓഫ് ടേംസ് വരുന്നത് എത്രയാണെന്ന് നോക്കാം. നമ്പർ ഓഫ് ടേംസ് വരുന്നത് 25 ആണ്. ഓക്കെ, 25 ടേംസാണ് ഇതിനകത്തുള്ളത്. സോ നമുക്ക് ക്ലാസ്സസ് എന്ന് പറയുന്നത് √n ആണ്. √n എന്ന് പറയുമ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 25 ആണ്. സോ ക്ലാസ്സസ് ഈസ് ഈക്വൽ ടു 5 വരും. ഓക്കെ, √25 നമ്മൾ എടുക്കുമ്പോഴാണ് ക്ലാസ്സസ് കിട്ടുക. സോ ക്ലാസ് വിഡ്ത്തിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് റേഞ്ച് ഡിവൈഡ് ബൈ ക്ലാസ് ആണ്. റേഞ്ചിന് നമ്മൾ ക്ലാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലാസ് വിഡ്ത്ത് കിട്ടും. സോ നമുക്ക് ക്ലാസ് വിഡ്ത്ത് വേണ്ടിയിട്ട് റേഞ്ച് ഡിവൈഡ് ബൈ ക്ലാസ് എടുക്കണം. പക്ഷേ റേഞ്ച് നമുക്ക് ആദ്യം കാണണം. സോ റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റ് ടേം മൈനസ് ലോവസ്റ്റ് ടേം ആണ്. ഹയസ്റ്റ് ടേം ഇതിനകത്ത് 19 ആണ്. ഓക്കെ, 19 ആണ് ഹയസ്റ്റ് ടേം. സോ ഏറ്റവും ലോവസ്റ്റ് ടേം ഏത് അതിനകത്ത് 1 ആണ്. സോ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് ടേം മൈനസ് ലോവസ്റ്റ് ടേം. അതായത് 19 മൈനസ് 1. 19 മൈനസ് 1 എന്ന് പറയുമ്പോൾ 18 കിട്ടും. സോ നമുക്ക് റേഞ്ച് എത്ര കിട്ടി? 18 കിട്ടി. സോ റേഞ്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ക്ലാസ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ഡിവൈഡ് ബൈ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് റേഞ്ച് ഡിവൈഡ് ബൈ ക്ലാസ് ആണ്. സോ നമ്മൾ ക്ലാസ് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ √n എടുത്തിട്ടുണ്ടായി. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസിനെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ക്ലാസ് കിട്ടും. സോ ക്ലാസ് 5 ആണ്. സോ 18 ഡിവൈഡ് ബൈ 5. ക്ലാസ് വിഡ്ത്ത് നമുക്ക് 3.6 കിട്ടി. 3.6 എന്ന് പറയുന്നത് ഇത് മിഡിൽ ടേം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് 4 അല്ലെങ്കിൽ 3 ആണ് ക്ലാസ് വിഡ്ത്തായിട്ട് ചൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് 1 2 3 4 5 ഇതുപോലെ നമ്മൾ ക്ലാസ് എടുത്തു. ക്ലാസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? നമ്മൾ √n എടുത്തു അല്ലേ? നമ്പർ ഓഫ് ടേംസിനെ റൂട്ട് എടുത്ത സമയം നമുക്ക് ക്ലാസ് കിട്ടി. നമ്മൾ ടാബുലർ കോളത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ടാബുലേറ്റ് ചെയ്യണം. സോ ക്ലാസ്സസ് 1 2 3 4 5 കൊടുത്തു. ഇനി ക്ലാസ് ഇൻ്റർവെൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ അവിടെ എന്ത് ചെയ്തു? ക്ലാസ് ഇൻ്റർവെൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് 3.6 ആണ് കിട്ടിയതല്ലേ? 3.6 ആണ് കിട്ടിയത് ക്ലാസ് വിഡ്ത്ത്. സോ 3.6 എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മിഡിൽ വാല്യൂ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമുക്കതിനകത്ത് 3ഓ 4ഓ എടുക്കണം. നമ്മളിവിടെ 4 ആണ് എടുക്കുന്നത് കേട്ടോ. 4 ആണ് എടുക്കുന്നത്. സോ നമ്മൾ ക്ലാസ് വിഡ്ത്ത് റേഞ്ച് ഡിവൈഡ് ബൈ ക്ലാസ് കണ്ടു. 3.6 കിട്ടി. നമുക്കിതിനകത്ത് നമ്മൾ 4 ആണ് എന്ത് ചെയ്യുന്നത്? ക്ലാസ് ഇൻ്റർവെല്ലായിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, ക്ലാസ് ഇൻ്റർവെല്ലിൽ 4 ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ 1 to 4.5. നമ്മൾ 1 to 5 കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. നമ്മളിതിനകത്ത് ഫ്രീക്വൻസി കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? 4.9 വരെയുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡാറ്റയിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 5 ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ 1 to 4.9 വരെയുള്ളതാണ് ഒന്നാമത്തേതായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് 5 to 8.9 വരെ, അതായത് 9 അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. 9 വരെയുള്ളത് മാത്രമാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ വരുന്ന വാല്യൂ 4 ആയിരിക്കണം. അതായത് ഇതിനകത്ത് ക്ലാസ് ഇൻ്റർവെല്ലിൽ 1 മുതൽ 5 വരെയുള്ളതിൻ്റെ ഇൻ്റർവെല്ലിൽ വരുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. 5 മുതൽ 9 വരെയുള്ളതും 4 ആണ്. 9 മുതൽ 13 വരെയുള്ളതും 4 ആണ്. 13 മുതൽ 17 വരെയുള്ളതും 4 ആണ്. അതുപോലെ 4.9 മുതൽ 8.9 വരെയുള്ളത് ഡിസ്റ്റൻസും 4 തന്നെയാണ്. അതുപോലെ തന്നെയാണ് 8.9 to 12.9, അതുപോലെ 12.9 to 16.9 വരെയുള്ളതൊക്കെ 4 തന്നെയാണ് ഇൻ്റർവെല്ലിൽ വരുന്നത്. സോ ആ ഒരു ചേഞ്ച് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണം. എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് മായ്ച്ച് കളയും. 0.9 ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കും. 1 to 4 വരെ എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ,
സോ നമുക്ക് ഇതിനകത്ത് ഇനി ഫ്രീക്വൻസി കാണണം. സോ 1 to 4.9 വരെ ഇതിനകത്ത് എത്ര വരുന്നുണ്ട് ഫ്രീക്വൻസി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 1 to 4.9 വരെ നമ്മൾ ഏകദേശം 5 എണ്ണം ഇതിനകത്ത് വരുന്നുണ്ട്. 1 to 4.9 വരെ ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഡാറ്റയിൽ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. സോ 1 to 4.9 വരെ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3, 4 അതുപോലെ തന്നെ. അപ്പോൾ ഏകദേശം എത്രണ്ണായി? 5 ആയോ? 1, 2, 3, 4 അതാ 3 2 വന്നിട്ടുണ്ട്. സോ നമുക്ക് മൊത്തം 5 എണ്ണം ഇതിനകത്ത് ഫ്രീക്വൻസി കിട്ടി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്, 1 മുതൽ 4.9 വരെ ഇതിനകത്ത് എത്ര എണ്ണം ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഫ്രീക്വൻസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ 5 മുതൽ 8.9 വരെ എത്ര എണ്ണം ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 3 എണ്ണമാണ് ആവർത്തിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 5 ഇൻക്ലൂഡഡ് ആണ്. 5 വരും, അതുപോലെ തന്നെ 5 മുതൽ 6 വരും, അതുപോലെ തന്നെ 7 വരും അല്ലേ. അപ്പോൾ 3 എണ്ണം ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ 9 മുതൽ 12.9 വരെ എത്ര എണ്ണം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ 8 എണ്ണം ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം 13 മുതൽ 16.9 വരെ എത്ര എണ്ണം ആവർത്തിച്ചിട്ടുണ്ട്. 16 ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. 16.9 വരെ എന്ന് എഴുതാൻ കാരണം എന്താണ്? 17 അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കുറയും. നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡാറ്റ നമുക്ക് കറക്റ്റ് വാല്യൂ ആയിട്ട് കിട്ടണം നിർബന്ധമില്ല. ചിലപ്പോൾ നമുക്ക് ഫ്രാക്ഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 5.5, 10.5 ഡാറ്റാസിലുണ്ടോ പറഞ്ഞത് നമ്പർ നമ്മളെ ഡാറ്റയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിനകത്ത്. സോ ഫ്രാക്ഷണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞത്. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻസ് റിമൂവ് ചെയ്യാം കേട്ടോ. 0.9 നമുക്കിതിൻ്റെ അകത്ത് ആവശ്യമില്ല, നമുക്കത് മനസ്സിലാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ. സോ നമുക്ക് ഫ്രീക്വൻസീസ് 17 to 20.9 വരെ ഏകദേശം 3 വരെ ആവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഫ്രീക്വൻസി. ഓക്കെ. ഇനി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഫസ്റ്റിലുള്ള ക്ലാസ്സിലുള്ളത് 5 എഴുതി. ഇനി അടുത്തതും കൂടെ ആഡ് ചെയ്തിട്ടാണ് അടുത്തത് എഴുതേണ്ടത്. സോ 5 + 3 = 8. പിന്നെ 5 + 3 + 8 = 16. പിന്നെ 5 + 3 + 8 + 6 അപ്പോൾ 22. അപ്പോൾ 5 + 3 + 8 + 6 + 3 = 25. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്ന സമയത്ത് ഒരു ക്ലാസ്സിൻ്റെത് ആദ്യം എഴുതുക, പിന്നെ 2 ക്ലാസ്സിൻ്റെത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക, പിന്നെ 3 ക്ലാസ്സിൻ്റെത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക, പിന്നെ 4 ക്ലാസ്സിൻ്റെത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക, പിന്നെ 5 ക്ലാസ്സിൻ്റെത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 25 ആണ് ഇതിനകത്ത്. പക്ഷേ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ എഫ് എടുക്കുന്ന സമയത്ത്. അതായത് സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി മൊത്തം ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് സിഗ്മ എഫ്. ഓക്കെ. സിഗ്മ എഫ് എന്ന് പറയുന്നത് എന്താണ്? 25 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ കാണുന്ന 1, 5, 9, 13, 17 അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനെയാണ് നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് പറയാം. അതുപോലെ ക്ലാസ് ഇൻ്റർവെല്ലിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അപ്പർ ലിമിറ്റ്. 4.9, 8.9, 12.9, 16.9 ആൻഡ് 20.9. ഓക്കെ. അപ്പോൾ ഇതാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻസ് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാക്ഷൻസ് വെച്ചിരുന്നത് കേട്ടോ. സോ നമുക്ക് ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരിക. എക്സാമിനായാലും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഫ്രാക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെയാണ്. സോ ഈ ഒരു ഫ്രാക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്കുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതും മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ 1 to 5 നമ്മൾ ആദ്യം വെച്ചു എന്ന് വിചാരിക്കാം. 1 to 5 വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും 5 ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ. അപ്പോൾ 1 to 5 വെച്ചാൽ നമുക്ക് അറിയാം 4 ആണ് അവിടെ എന്ത് വരുന്നത്, 4 ആണ് അവിടെ ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ 4.9 വെച്ചതുകൊണ്ട് നമുക്ക് 4 വരെയുള്ളത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫ്രാക്ഷൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമുക്ക് ഡാറ്റ വരുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് 4.8 4.5 ഒക്കെ ഡാറ്റയിൽ വരുന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ 1.5, 5.5, 8.5, 8.8 ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രാക്ഷൻസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ക്ലാസ് ഇൻ്റർവെൽ സെറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഫ്രാക്ഷൻസ് വെച്ചിട്ടുള്ള ക്ലാസ് എടുത്തത്. ഫ്രാക്ഷൻസ് ഇല്ല എങ്കിലും നമുക്ക് ഡിസ്റ്റൻസ് 4 ആയാൽ മതി. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ കിട്ടിയത് എപ്പോഴാണ് 3.6 കിട്ടിയിട്ടുണ്ടായിരുന്നു. 18/5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ. അതുകൊണ്ടാണ് നമുക്ക് 4 ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുത്തത് അല്ലേ. സോ 1 to
5 വരെയും അതുപോലെ 5 to 9 വരെയും 9 to 13 വരെയും 13 to 17 വരെയൊക്കെ ഡിസ്റ്റൻസ് സെയിം ആണ്, 4 തന്നെയാണ്. അതുപോലെ 4 to 8 വരെയും 8 to 12 വരെയും 12 to 16 വരെയും 16 to 20 വരെയൊക്കെ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. സോ നമ്മൾ ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ലിൽ കൊടുത്തത് ഏത് വരെ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡാറ്റ ഏത് വരെ കൊടുത്തിട്ടുണ്ട്, ഹയസ്റ്റ് ടേം 19 ആയതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർവെല്ലിൽ 20 വരെ എടുത്തത്. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ 1 ആയതുകൊണ്ടാണ് നമ്മൾ ലോവർ ലിമിറ്റ് 1 ആക്കി എടുത്തത്. ഇനിയിപ്പോൾ 5 ആണ് ഇതിനകത്തുള്ള ഏറ്റവും ലോസ്റ്റ് ഡാറ്റയിൽ വരുന്ന ലോസ്റ്റ് ടേം എന്നുണ്ടെങ്കിൽ നമ്മൾ 5 ആണ് ഏറ്റവും ഫസ്റ്റിൽ എന്ത് ചെയ്യുക, ഇൻ്റർവെല്ലിൽ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ 5 to 10 അങ്ങനെയൊക്കെ എടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു 30 വരെയൊക്കെയാണ് ഇതിനകത്ത് ഡാറ്റയിൽ കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഇപ്പോൾ 1 2 3 4 to 30 വരെയൊക്കെ ഡാറ്റ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ചിലപ്പോൾ ഇല്ലാത്തതൊക്കെ ഉണ്ടാവാം. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർവെല്ലിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ 5 മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ഏറ്റവും ലോസ്റ്റ് ടൈം 5 ആണെങ്കിൽ 5 to 10 അല്ലെങ്കിൽ 5 to 10 അല്ലെങ്കിൽ 10 to 15 15 to 20 ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലിൽ കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഡാറ്റയിൽ ഏത് മുതൽ ഏത് വരെയാണ് ഡാറ്റ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലിൽ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണം. അതുപോലെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 to 5 നമ്മൾ എഴുതാമെന്ന് വിചാരിക്കുക ക്ലാസ് ഇൻ്റർവെല്ലിൽ. ഇപ്പോൾ നമ്മളിതിനകത്ത് 1 to 4 ആണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ 1 to 5 എഴുതിയിട്ട് നമ്മൾ 5 അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ ഫ്രീക്വൻസി നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഡാറ്റയിൽ 1 2 3 4 5 എന്ന് കണ്ടു. ഇപ്പോൾ നമ്മളതിനകത്ത് 5 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ 1 to 4.9 വരെ എടുക്കാൻ പാടുള്ളൂ. 5 അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, അത് അടുത്തതിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. 5 to 10 വരെയുള്ളതിലായിരിക്കണം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് ടേബിളാർ കോളം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയാണ് ഡാറ്റ ചെയ്യേണ്ടത്. സോ ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ എഫ് നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസിയാണ് കേട്ടോ. സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസിയാണ് സിഗ്മ എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വരുന്നത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.